ഹായ് വെൽക്കം ടു സ്പോർട്ടിക്സ്. ഇറ്റ്സ് മീ അബ്ദുൽ അനസ്. ഇന്നിവിടെ നമ്മൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ് ഡെവലപ്പർ ചലഞ്ച് ആണ്. ഒരു 3K പ്രൈസ് മണി വെച്ച് എന്നുള്ള ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇതിൽ ഫുഡ് റിലേറ്റഡ് ടോപ്പിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുകയും അത് വെച്ചിട്ട് ഏറ്റവും നല്ല വെബ്സൈറ്റ് നിങ്ങൾ 3000 പ്രൈസ് മണി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് വേറെ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോപ്പായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്ന ടോപ്പ് 3 പാർട്ടിസിപ്പൻസിന് ഞങ്ങൾ ഇന്റേൺഷിപ്പ് കൂടിയും പ്രൊവൈഡ് ചെയ്യുകയാണ്. സ്പോർട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു 2 months ഇന്റേൺഷിപ്പ് കൂടിയും പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ ഒരു ചലഞ്ചിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ചലഞ്ചിന്റെ ഡെഡ് ലൈൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 21st November ആണ്. 21st November മുമ്പോ അല്ലെങ്കിൽ അതിന്റെ ആ ഡേറ്റിലോ സബ്മിറ്റ് ചെയ്യണവർക്കാണ് ഈ ഒരു ചലഞ്ചിന് പാർട്ടിസിപ്പേഷനോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനോ ഉള്ളത്. അതേപോലെ തന്നെ ഈ ചലഞ്ചിൽ എങ്ങനെ ക്വാളിഫൈ ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനായിട്ടുള്ള മാനദണ്ഡങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇമേജസ് ആണ് നിങ്ങൾ ഈ ചലഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പേജസ് അതൊന്നും മാറ്റർ അല്ല. നിങ്ങൾ എത്രത്തോളം ക്വാളിറ്റി അല്ല എത്രത്തോളം നല്ല രീതിയിലാണ് ആ വെബ്സൈറ്റ് ചെയ്യുന്നതാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ CSS-ഉം HTML-ഉം JS-ഉം വെച്ചുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സ്റ്റാറ്റിക് സൈറ്റ് ആണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. പിന്നെ വരുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുന്നുള്ളത് അവിടെ മാറ്റർ അല്ല. ഇപ്പോൾ CSS ഫ്രെയിം വർക്ക്സ് ആണ് ഉദ്ദേശിച്ചത്, ഏത് CSS ഫ്രെയിം വർക്ക്സ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഇതിൽ എത്ര പേജസിന് മാറ്റർ വരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വേറെ കാര്യം ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ കോഡിംഗ് റിവ്യൂ കൂടി നോക്കുന്നതായിരിക്കും, കോഡിന്റെ ക്വാളിറ്റി എല്ലാ കാരണവും. പിന്നെ ഫൈനലി എന്ന് വെച്ചാൽ വേറെ കാര്യം കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കോഡ് റിവ്യൂ ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. അത് ടോപ്പ് 5 വരുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു 5 പാർട്ടിസിപ്പൻസിനായിരിക്കും ഈ ഒരു ഇതിലേക്ക് റിവ്യൂ ചെയ്യുന്നുണ്ടാവാം. അതിൽ നിന്നായിരിക്കും ആരാണ് ബെസ്റ്റ് എന്നുള്ള ഒരു സെലക്ഷന് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുക. അതേപോലെ തന്നെ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ള ചോദിച്ചാൽ ഈ ഒരു ചലഞ്ചിന് ഞങ്ങൾ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സിപ്പ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ GitHub-ലോ അല്ലെങ്കിൽ GitLab-ലോ ഏതിലോ ഒന്നിലിട്ടിട്ട് അതിന്റെ ഗിറ്റ് പബ്ലിക് റെപ്പോന്റെ ലിങ്ക് കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയായിരിക്കും കോഡിന്റെ ഒരു റിവ്യൂ വരുന്നത്. ആ കോഡ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ പാർട്ടിസിപ്പേഷന്റെ ഇത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ചലഞ്ചിന് വരുന്നത്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാവുന്നതാണ്. ടെലിഗ്രാമിലെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അതിൽ ജോയിൻ ചെയ്ത് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യും. അല്ലാതെ ഈ വീഡിയോയുടെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവർക്ക് ഈ വീഡിയോ മനസ്സിലാകുന്നിരിക്കുന്നു, എന്താണ് ഈ ചലഞ്ച് എന്ന് മനസ്സിലാകുന്നിരിക്കുന്നു. എവരോടും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് നിർദ്ദേശിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഇവർക്ക് ഈ വീഡിയോ പറഞ്ഞാൽ മനസ്സിലാകുന്നിരിക്കുന്നു.